അവധിയായിട്ട് ഇങ്ങനെ വീട്ടിലിരുന്നപ്പോഴത്തേക്കും നല്ല മഴ മൂടൽ. എന്നാ പിന്നെ 2 വീലർ എടുത്തിട്ട് ഒന്ന് നാട് ചുറ്റി വരാന്ന് വിചാരിച്ചു. നിങ്ങളും കൂടെ വായോ, നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. മഴ പെയ്ത് തുടങ്ങി കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം നെയ്യാർ ഡാം ആണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ ഇവിടെ എത്താനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു സ്പോട്ടാണ്. എന്നിരുന്നാലും മഴയത്ത് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ അത് വേറെ തന്നെയാണ്. അവിടുന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്പൂരി ഭാഗത്തേക്കാണേ. നമ്മുടെ നെയ്യാർ ഡാമിന്റെ തന്നെ തേക്കലാണ് ഈ ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ അമ്പൂരി എന്ന് പറയുന്നത്. ഒരു തിരക്കവും ബഹളമോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഏരിയ ആണ്. നമ്മൾ വണ്ടി പതിയെ അവിടെ നിർത്തിയിട്ട് കുറച്ചു നേരം അവിടെ ഒന്ന് ഇറങ്ങി നിൽക്കാന്ന് വിചാരിച്ചേ. നമ്മളിങ്ങനെ നാച്ചുറൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. കാരണം ഇവിടെ എത്ര നേരം നമുക്ക് സ്പെൻഡ് ചെയ്താലും സമയം പോകുന്നതേ അറിയത്തില്ല. അത്ര മനോഹരമാണ്. അതെ, അടുത്ത കാറ്റും മഴയും തുടങ്ങിയിട്ടുണ്ടേ. മഴയത്ത് 2 വീലറിലുള്ള യാത്ര അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് മുതലേ. അമ്പൂരി പാലം, ആ സ്പോട്ടിലേക്കാണ് കേട്ടോ നമ്മളിപ്പോ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് കുമ്പിച്ചൽ കടവ് പാലം എന്നാണ്. ഈ അമ്പൂരിയിലെ സദേൺ ഹൈ റേഞ്ചിലോട്ട് ഒത്തിരി ട്രൈബൽ സെറ്റിൽമെന്റ്സ് താമസിക്കുന്നുണ്ട്. അപ്പൊ അവരെ ഈ അർബൺ ഏരിയയിലായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പാലത്തിന്റെ മെയിൻ ഉദ്ദേശം. എന്നാൽ ഇന്ന് അതൊരു നല്ല ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണ്. കാരണം ഇവിടെ നിന്നാൽ കാണാൻ പറ്റുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അതിമനോഹരമാണ്. അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത ഓരോ നിമിഷവും ആസ് എ ഫാമിലി നമുക്ക് നല്ല ക്വാളിറ്റി ടൈം തന്നെയായിരുന്നു. കാട്ടാക്കടയിൽ നിന്ന് നമുക്ക് KSRTC ബസ്സൊക്കെ അവൈലബിൾ ആണ് അമ്പൂരിക്ക് വരാനായിട്ട്. ഒന്നാമതേ മഴയത്തും വെള്ളത്തും ഒക്കെ കളിക്കാനായിട്ട് കേശുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിന്നെ പറയേണ്ടതില്ലല്ലോ ഇവിടെ അവൻ എത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന്. ചുറ്റിലുമുള്ള ഈ മലനിരകളും തിക് വെജിറ്റേഷനും ഒക്കെ കൂടെ ആകുമ്പോഴുണ്ടല്ലോ ഇവിടെ നിൽക്കുമ്പോൾ പ്രകൃതി നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പോലുള്ള ഒരു ഫീലാണ് ശരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ വന്നാൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ നല്ലൊരു മഴ ദിവസം ആസ്വദിച്ചു കൊണ്ടിട്ട് ഞങ്ങൾ പോവാണേ. ടാറ്റാ.